2ഉം 3ഉം ഗർഭം ഉണ്ടാക്കുന്നവരെ ന്യായീകരിക്കാൻ ഈ പാർട്ടി ആളുണ്ട്. എനിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ എല്ലാവരും എന്നെ ചവിട്ടി. അന്ന് ആരും സഹായിക്കാനുണ്ടായി? ആരും സഹായിച്ചില്ല. KPCC പ്രസിഡന്റ് അന്ന് രമേശ് ചെന്നിത്തലയാണ്. എന്നെ സസ്പെൻഡ് ചെയ്തു. ഇന്നും ഞാൻ പുറപ്പെടുവിക്കുന്ന ഓരോ പ്രസ്താവനകളിലും പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഉള്ളിൽ അസ്വസ്ഥതയുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ചൊറിയാൻ വന്നാൽ പിന്നെ കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ഒരു ആനയാണ് ഞാൻ ചവിട്ടി തീച്ചത്. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞ് ഓരോ സ്ഥാനമാനങ്ങൾ വീതം വെച്ചെടുത്ത ആളുകൾ ഒരുത്തരെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ മദനിയും പിണറായിയും തമ്മിലുള്ള ബന്ധം കണ്ടിട്ട് ഇരുമയാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി പിണറായിയുടെ മനസ്സിൽ വല്ല ദുരുദ്ദേശമുണ്ടോ എന്നെനിക്കറിയില്ല. അപ്പോൾ കോടിയേരി എന്നോട് ചോദിച്ചു, അപ്പോൾ താൻ ഇവിടുന്ന് പോകാൻ പരിപാടി ഇല്ലയോ? ഇവിടുന്ന് പോകാൻ പരിപാടി ഇല്ലേ, ചിലപ്പോൾ പെട്ടിന്ന് പോവും. അന്ന് ഞാൻ കോടിയേരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവിടുന്ന് പെട്ടി ചെന്നാൽ 1 മണിക്കൂർ പോലും കാത്തിരിക്കേണ്ട, ബോഡിയോടെ എത്തുക, അപ്പോഴേ കത്തിക്കും. എന്നെ ഭീഷണിപ്പെടുത്തേണ്ടതെന്ന് ഞാൻ കോടിയേരിയുടെ മുഖത്ത് നോക്കി CKPയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ആളാണ്. കാസർഗോഡ് MP എന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസ്സിലെ വർഷങ്ങളായി, വേണമെങ്കിൽ പതിറ്റാണ്ടുകളായി കോൺഗ്രസ്സിലെ ഒരു ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ നമ്മൾ ചാനലുകളിൽ അങ്ങനെയാണ് ഉണ്ണിത്താനെ കണ്ടിട്ടുള്ളത്. ഏത് കാര്യവും വളരെ വെട്ടിത്തുറന്ന് ശക്തമായി പറയുന്ന ഒരാളാണ്. കോൺഗ്രസ്സിനകത്തെ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ണിത്താൻ വളരെ ധൈര്യമായി പറയാറുണ്ട്. ആ ചൂടും ചൂരും ഇപ്പോഴുണ്ടോ ഉണ്ണിത്താന്? എന്താണ് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? ഞാൻ 1968 അവസാനം 69 ആദ്യമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഈ പാർട്ടി ചേരുന്നത്. ശ്രീ KK വിശ്വനാഥൻ വക്കീൽ KPCC പ്രസിഡൻ്റായിരിക്കുന്ന കാലം തൊട്ട് ഇന്ന് സണ്ണി ജോസഫ് പ്രസിഡൻ്റായിരിക്കുന്ന ഈ കാലം വരെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായി ഞാൻ നിരവധി സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച് ഈ പൊസിഷനിലെത്തിയതാണ്. പണ്ടൊക്കെ കോൺഗ്രസ്സിൽ എന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ അത് ബാലറ്റ് പേപ്പറിലൂടെ ആകാൻ പറ്റുമായിരുന്നു. ആ അവസ്ഥയൊക്കെ മാറി. ഞാൻ പണ്ട് മുതൽ എനിക്ക് എല്ലാ കാര്യത്തിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ആരുടെ മുഖത്ത് നോക്കിയും പറയും. കാര്യം നമുക്ക് എന്തെങ്കിലും അഭിപ്രായം തുറന്ന് പറയണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഉത്തമ ബോധ്യം വരണം. ആ നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു വ്യാകുലത ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ അഭിപ്രായം പറയുന്നതുകൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ആ അഭിപ്രായമാണ് ശരി എന്ന് തോന്നിയാൽ ഞാൻ അഭിപ്രായം തുറന്നു പറയും. ആരുടെ മുഖത്ത് നോക്കിയും തുറന്നു പറയും. പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അംഗീകരിച്ചതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. 1992 സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് കാർത്തികേയൻ പ്രസിഡൻ്റാകാൻ ആഗ്രഹിച്ചെങ്കിലും തൻ്റെ മകനു വേണ്ടി ശ്രീ വയലാർ രവിയെ KPCC പ്രസിഡൻ്റാക്കാനാണ് ശ്രീ ലീഡർ തീരുമാനിച്ചത്. ഞാനും ലീഡറുമായിട്ട് മുരളി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹം. പൂജാമുറിയിൽ ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ ഡൈനിങ് ടേബിളും ബെഡ്റൂമിലും അതും എല്ലാ സ്ഥലത്തും എനിക്കൊരു സ്ഥാനമുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറയാറുമുണ്ട്, ചില കാര്യങ്ങൾ ആലോചിക്കാറുമുണ്ട്. അന്ന് ശ്രീ കാർത്തികേയനെ ഒഴിവാക്കി ശ്രീ വയലാർ രവിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വളയ്ക്കുകയെ ചെയ്യാവൂ, ഓടിക്കരുത്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു അവസരം. കരുണാകരന് കേരളത്തിലെ MLA-മാരുടെ ഭൂരിപക്ഷവും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഡൽഹിയിൽ നിന്നൊന്ന് വന്ന ആരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ വന്നു, അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാൻ പോകുന്നു. അദ്ദേഹം ഒരു പ്രാന്തനെ പോലെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ ഇരിക്കുകയാണ്. എന്തിനാണ് എന്നെ മാറ്റുന്നത്? ഞാൻ എന്ത് അപരാധം ചെയ്തു? എനിക്ക് MLA-മാരുടെ ഭൂരിപക്ഷം ഇല്ലേ? എന്താണ് ഈ ഹൈക്കമാൻഡ് കാണിക്കുന്നത്? എന്തിനാണ് എന്നെ മാറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ. അന്ന് ആ മുറിയിൽ മാളയിലെ ഒരാളും MP ഗംഗാധരനുണ്ട്. MP ഗംഗാധരൻ നമ്മുടെ പഴയ നേതാവ്. മാളയിലെ വർഗീസ് പെരേപ്പാട് എന്ന് പറയുന്ന ആളും. ഞങ്ങൾ 3 പേരേ ആ മുറിയിലുള്ളൂ. അവസാനം കുറേ കഴിഞ്ഞ് ലീഡർ സ്വയം ശാന്തനായിട്ട് എൻ്റെ മുഖത്ത് കുറേ നേരം നോക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് നേരെ പോകാൻ പോകുന്ന പുത്തരിക്കണ്ടം മൈതാനത്താണ്. അപ്പോൾ ഹൈക്കമാൻഡ് ഗിവൺ എ ക്ലിയർ ഡയറക്ഷൻ, റെസിഗ്നേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ക്ലിഫ് ഹൗസിൽ നിന്ന് അദ്ദേഹം നേരെ പുത്തരിക്കണ്ടം മൈതാനത്ത് പോകുന്നു. മൈതാനത്ത് പ്രസംഗിച്ചിട്ട് അവിടെ നേരെ രാജ്ഭവനിൽ പോകുന്നു. രാജ്ഭവനിൽ പോയി മുഖ്യമന്ത്രി രാജി കൊടുക്കുകയാണ്. അപ്പോൾ ആ പ്രോസസ്സ് ഓൾറെഡി ഡിസൈഡഡ്. അപ്പോൾ എന്നെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നു, കുറേ നേരം നോക്കിയിരുന്നു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന് നീ പറഞ്ഞ ശരിയാണ്, ഇതാ വളയ്ക്കേ ചെയ്യാവൂ, ഓടിക്കരുത്. മനസ്സിലായി? ഞാൻ അന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് എനിക്ക്. അപ്പോൾ ആരാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നത്? ആൻ്റണിയാണ്. താങ്കൾ ഇപ്പോൾ പറഞ്ഞതിൽ ഡൽഹിയിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലൊക്കെ ഉണ്ടല്ലോ, പുറത്ത് ഇതുവരെ വരാതിരുന്ന വല്ല രഹസ്യമുണ്ടോ ആ മാറ്റത്തിൻ്റെ പിന്നിൽ? നമുക്ക് ഒരു കാര്യം പറയാം, ലീഡർ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ആ രഹസ്യങ്ങളൊക്കെ തുറന്നു പറയാം. അദ്ദേഹം മരിച്ചുപോയ സ്ഥിതിക്ക് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ആ അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്നത് മുരളിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാക്കും, പത്മജ വേണുഗോപാലിനുണ്ടാക്കും. പത്മജ വേണുഗോപാൽ ഇന്ന് മറ്റൊരു പാർട്ടിയിലാണെങ്കിലും അവൻ ലീഡറുടെ മകളാണ്. ലീഡറേക്കാൾ ഞാൻ സ്നേഹിച്ച ഒരാളാണ് കല്യാണിക്കുട്ടിയമ്മ. ആ നല്ല സ്ത്രീ അവരുടെ മകളാണ്, ലീഡറുടെ മകളാണ്. അപ്പോൾ പത്മജ വേണുഗോപാലിനോ മുരളീധരനോ ഇനി ലീഡർ മരിച്ചതിന് ശേഷം, ജീവിച്ചിരുന്നപ്പോൾ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, മരിച്ചതിന് ശേഷം എനിക്കറിയാവുന്ന രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞ് അവർക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എത്രയോ കൊല്ലം മുമ്പ് നടന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ അന്ന് 92 നടന്നതാണ്. 95 പുള്ളിയുടെ മുഖ്യമന്ത്രി സ്ഥാനം പോകുന്നത്. ആൻ്റണിയാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. ആ 92 തൊട്ട് പുള്ളിയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. നേരെ മറിച്ച് KPCC പ്രസിഡൻ്റായി ആൻ്റണി വന്നിരുന്നെങ്കിൽ പുള്ളിയെ തൊടത്തില്ല. ആ പുള്ളിയുടെ ടേം പൂർത്തിയാക്കാം, അടുത്ത ടേം പുള്ളിക്ക് കിട്ടി തന്നെ. അവിടുന്ന് അങ്ങോട്ടാണല്ലോ പിന്നെ അടുത്ത മാറ്റം കഴിഞ്ഞ് പിന്നെ ആൻ്റണിയിലേക്ക് വന്നു. ലീഡർ സൈഡ്ലൈൻ ചെയ്യപ്പെട്ടു, പിന്നെ രാജ്യസഭയ്ക്ക് പോയി, പിന്നെ കേന്ദ്രമന്ത്രിയായി. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ ലീഡറുടെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവസാന കാലത്ത് ഞാൻ സോണിയാഗാന്ധിയെ കാണാൻ ഡൽഹി ചെന്നു. സോണിയാഗാന്ധിക്ക് അപ്പോയിൻമെൻറ്റ് ചോദിച്ചു, എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നു. ലീഡർ സോണിയാഗാന്ധിയെ കാണാൻ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ച് കാത്തിരിക്കുകയാണ്, പുള്ളി കൊടുക്കുന്നില്ല. അന്ന് പുള്ളി ഈ DIC രൂപീകരിച്ച്, മുരളിയേക്കാൾ മുമ്പ് DICന്ന് പുള്ളി കോൺഗ്രസിലേക്ക് മടങ്ങി വന്ന് മുരളിയെ കൂടി കൊണ്ടുവന്നതിന് ശേഷം മുരളിക്ക് 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് സോണിയാഗാന്ധിയോട് ആവശ്യപ്പെടാനാണ് പോയത്. പക്ഷെ സോണിയാഗാന്ധി അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. ഞാൻ ചെന്നു, അപ്പോയിൻമെൻറ്റ് കിട്ടി, ഞാൻ കണ്ടു, തിരിച്ചു വന്നു. ഞാൻ കേരള ഹൗസിൽ വരുമ്പോൾ ലീഡർ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് ലീഡർ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉണ്ണികൃഷ്ണനാണ്, അതിൽ ജീവിച്ചിരിപ്പുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഉണ്ണികൃഷ്ണൻ ഡോക്ടറാണ്, ഗവൺമെൻറ് ഡോക്ടറാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നു. അപ്പം എന്നെ കണ്ടുകൊണ്ട് ലീഡർ TV ഓഫ് ചെയ്തു. എൻ്റെ മുഖത്ത് കുറേ നേരം പുള്ളി നോക്കിയിരുന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയി ഒരുത്തൻ ഇവൻ മാത്രമേ ഉള്ളൂ, എനിക്ക് അതിൽ വിഷമമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ലീഡറെ, എനിക്കിപ്പോൾ പരിപൂർണമായ സംതൃപ്തിയായി. ഈ കൈകൊണ്ട് ഒരു കാര്യവും ചെയ്യാതെ പോയ ഒരാൾ ഞാൻ മാത്രമാണെന്ന് ലീഡർ പറഞ്ഞല്ലോ. ബാക്കി എല്ലാവർക്കും കൊടുത്തു, എനിക്ക് മാത്രം ചെയ്യാൻ കഴിയാതെ പോയിൽ ഒരു കുറ്റബോധം ലീഡർ കൊണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. എനിക്കത് അടുത്ത ചോദ്യം പുള്ളി ചോദിച്ചു, ഞാൻ പൊട്ടിത്തെറിച്ചു. നിനക്കെന്താ വേണമെന്ന് വെച്ചു. ഞാൻ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും തീരുമാനിക്കുന്ന ഒരാളായിരുന്നു ലീഡർ. അന്ന് ലീഡർ എന്നോട് ചോദിച്ചില്ല നിനക്ക് എന്ത് വേണം. അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നു എനിക്കെന്ത് വേണം, ലീഡർക്ക് അപ്പം തന്നെ തരാൻ പറ്റുമായിരുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് ലീഡറുടെ മോന് 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പിന് തെണ്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോണിയാഗാന്ധിയെ കണ്ട് തെണ്ടി അത് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് മുരളിക്ക് കൊടുക്കുക, എനിക്കൊരു പുല്ലും വേണ്ട. അപ്പോൾ എന്നെ കയറി കെട്ടിപ്പിടിച്ചു. ആരാ? നമ്മൾ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ. സാറേ ശവത്തിക്കുത്ത, സാറേ ശവത്തിക്കുത്ത. ഞാൻ പറയാം, അല്ല ഉണ്ണികൃഷ്ണ, ആദ്യം പുള്ളി പറഞ്ഞ ന്യായം എന്താ? പുള്ളി പറഞ്ഞ്, ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാൻ പോയി. ഞാനതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡാണ്. പിന്നെ പുള്ളി ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടുന്നത്? അപ്പോൾ എനിക്ക് വേണ്ടുന്ന കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി തരാൻ പറ്റുമോ? ഞാനിപ്പോൾ സോണിയാഗാന്ധിയെ കണ്ടിട്ടാണ് വരുന്നത്. പുള്ളി സോണിയാഗാന്ധിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടിരിക്കുകയാണ്. പിറ്റേ ആഴ്ച പുള്ളി വാർത്താസമ്മേളനം നടത്തി പറഞ്ഞു, ഉണ്ണിത്താന് പോലും സോണിയാഗാന്ധി അപ്പോയിൻമെൻറ്റ് കൊടുത്തു, എനിക്ക് തന്നില്ല. പുള്ളി തിരിച്ചു പോരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടാത്തതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണികൃഷ്ണ ഇപ്പം എന്ത് വേണമെന്ന് ചോദിച്ചു, ഞാൻ പറയാം. മനസ്സിലായോ? ആ പറയാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്താണ് ഉദ്ദേശം ഞാൻ പറയും. ഇനി അതുപോലെ ഞാൻ
ഹോം മിനിസ്റ്ററായിരിക്കുന്ന കെ കരുണാകരൻ്റെ കാറിൽ കയറി യാത്ര ആരംഭിച്ചാണ്. രാജൻ കേസ് വരുമ്പോൾ ഞങ്ങൾ 4 or 5 പേരേ ഉള്ളൂ പുള്ളിയുടെ ജവഹർലാലിൻ്റെ വീട്ടിൽ. സകല കഷ്ടകാലത്തുകൊണ്ട് മനസ്സിലായില്ലോ. പുള്ളിയുടെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യില്ല. പക്ഷേ ലീഡർക്കൊരു ദോഷമുണ്ട്. കൂടെ നിൽക്കുന്നവൻ അവസാന ശ്വാസം വരെ നിൽക്കുമെന്ന് കണ്ടാൽ അവനൊന്നും കൊടുക്കില്ല. കൂടെ നിൽക്കും, നിന്നിട്ട് തന്നെ ഭീഷണിപ്പെടുത്തും, വേണ്ടി വന്നാൽ തന്നെ ചതിച്ചപ്പുറത്ത് പോകുന്നുള്ളവനെ പിടിച്ചു നിർത്താൻ വേണ്ടി എന്തും കൊടുക്കും. ലീഡർ കൊടുത്തിട്ടുള്ള എല്ലാവരെയും ചരിത്രം എടുത്ത് പരിശോധിച്ചു. എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും ഇപ്പോഴത്തെ പല നേതാക്കന്മാർക്കും എല്ലാവരും ആ പട്ടികപ്പെട്ടവരാണ്. ഞാനിപ്പോൾ പേര് പറഞ്ഞാൽ കഴിഞ്ഞ സംഭവങ്ങൾ ഉയർത്തെഴുന്നേറ്റാൽ, കാലം തിരിച്ചു നടന്നാൽ ചിലർക്കൊക്കെ രസിക്കും, ചിലർ പോയി വിളിക്കും, ചിലരപ്പം തന്നെ മരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ സംഭവങ്ങളിൽ ആരും അല്ലാത്ത ആളുകളാണ് ഇന്ന് അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്നത്. അവരെയും വേദനിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. മനസ്സിലായോ? ഞാൻ ലീഡറോട് നടന്നല്ലോ. ലീഡറോട് നടന്ന് ലീഡറുടെ ഈ പ്രതാപകാലത്തൊരിക്കൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിച്ച് ഞാൻ ചോദിച്ചു, 1973 ഞാൻ നിങ്ങളോട് കൂടിയതാണ്, എനിക്ക് എന്ത് ചെയ്തു? എന്നെ ഒരു ലോക്സഭ അംഗമാക്കിയോ? ഒരു രാജ്യസഭ വന്നോ? കേന്ദ്രമന്ത്രിയാക്കിയോ? എന്നെ സംസ്ഥാന മന്ത്രിയാക്കിയോ? MLA ആക്കിയോ? പോട്ടെ. ഒരു കോർപ്പറേഷന് ചെയർമാനാക്കിയോ? പോട്ടെ. ഒരു വായി നോക്കി ഡയറക്റ്റ് ബോംബറാക്കിയോ? 10 രൂപയുടെ ഒരു റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് സർക്കാരിൻ്റെ 10 രൂപ വാങ്ങാൻ ഒരവസരം എനിക്ക് അതൊന്നും ചോദിച്ചു. പുള്ളി എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, നിന്നെ ഞാൻ കേന്ദ്രമന്ത്രിയാക്കിയില്ല, MP ആക്കിയില്ല, നിന്നെ സംസ്ഥാന മന്ത്രിയാക്കിയില്ല, MLA ആക്കിയില്ല, നിന്നെ കോർപ്പറേഷന് ചെയർമാനാക്കിയില്ല, നിന്നെ ഞാൻ ഒരു ഡയറക്ടർ മെമ്പറാക്കിയില്ല. നീ പറഞ്ഞ 100% ശരിയാ, പക്ഷേ നീ ഇവരുടെയൊക്കെ മുകളിലായിരുന്നു, നിനക്കറിയാമെന്ന് ചോദിച്ചു. കേന്ദ്രമന്ത്രിയുടെ, MPയുടെ, സംസ്ഥാന മന്ത്രിയുടെ, MLAയുടെ, കോർപ്പറേഷൻ, അതിൻ്റെയൊക്കെ മുകളിലാണ് നിൻ്റെ സ്ഥാനം. ഞാൻ പറഞ്ഞു, പിന്നെ അതുകൊണ്ട് എനിക്ക് എന്താ പ്രയോജനം? എൻ്റെ മുഖത്ത് നോക്കി പുള്ളി ചോദിച്ചു, നീ വായി നോക്കിയായിപ്പോയത് എൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചു. ആ വായി നോക്കി എന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഇന്ന് കാസർഗോഡ് MP. അതുകൊണ്ട് അതെൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. കാരണം ഇത്രയും വലിയ അത്യുന്നതങ്ങളിൽ വിരാജിക്കുന്ന സമയത്ത് പോലും ഞാൻ എന്നെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ 3 പിള്ളേർ, 2 പേരിപ്പോൾ ലണ്ടനിലാണ്, ഒരാൾ എൻ്റെ വീട്ടിലുണ്ട്. ഇവർക്ക് എവിടെയെങ്കിലും ഈ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും നേടിയെടുക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. എൻ്റെ അനുജൻ, അയാളുടെ 2 ഹാർട്ടിൻ്റെ 2 വാൽവ് റീപ്ലേസ് ചെയ്തതാണ്, അയാളുടെ കിഡ്നി റിമൂവ് ചെയ്തതാണ്. അയാളുടെ ലീഡർ അയാളുടെ സ്റ്റാഫിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ അനിയനെ വിജയമോഹൻ ഉണ്ണിത്താൻ എടുത്തിട്ടുണ്ട്. അതൊഴിച്ച് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല. ഒരു ശുപാർശ രാഷ്ട്രീയക്കാരനല്ല. അന്നും ഇന്നും ഞാൻ കരുണാകരനോട് എത്രയോ മന്ത്രിമാരുണ്ട്. ആ മന്ത്രിമാരും ഞാനുമായിട്ടുള്ള ബന്ധം എന്താ? എത്രയോ മന്ത്രിമാരുമായിട്ടാണ്. ഞാൻ മന്ത്രിയാക്കിയവരുണ്ട്, ഞാൻ MLA-മാരാക്കിയവരുണ്ട് ലീഡറോട് പറഞ്ഞിട്ട്. പക്ഷേ ഒരു മന്ത്രിയുടെ വീട്ടിൽ കയറി ഒരു ശുപാർശ അന്നും ഇന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഒരു ഗവൺമെൻറ് വരും. ഇപ്പം ഞാൻ കാസർഗോഡ് MP എന്ന നിലയ്ക്ക് ജനങ്ങളുടെ ആവശ്യം അവതരിപ്പിക്കുന്ന, അല്ല വ്യക്തിപരമായ ഒരു ശുപാർശയായിട്ട് ഞാൻ ഒരാളിൻ്റെ അടുത്തും ഇനിയും പോവില്ല, മരിക്കുന്നവരെ പോവില്ല. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്, നിലപാടുണ്ട്. ആ നിലപാടുകളിൽ നിന്ന് മരിക്കുന്നവരെ ഞാൻ വ്യതിചലിക്കില്ല. ഈ ലീഡർ കെ കരുണാകരൻ പൊതുവെ നമ്മളൊക്കെ രാഷ്ട്രീയത്തിൽ കേട്ടിരുന്നത് ഒരു ആശ്രിത വത്സലൻ എന്നാണ്. താങ്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കും താങ്കളെ അങ്ങനെ ഒരു 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 വാത്സല്യം, ആ രീതിയിലുള്ളൊരു വാത്സല്യം? താങ്കളോടൊക്കെ എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറി വരെ പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കപ്പെടാതെ പോയത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുകൂട്ടൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മുൻധാരണ ഉണ്ടായിരുന്നു? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അന്ന് അങ്ങനെ ആയിപ്പോയത് കൊണ്ടാവാം എന്തെങ്കിലും തോന്നാറുണ്ടോ? എന്തെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു? അതിനകത്ത് ഞാൻ ഈ ജ്യോതിശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളൊരു പക്ഷേ അന്ധവിശ്വാസം എന്നൊക്കെ പറയുമായിരിക്കും. കാര്യം കവടി കണിയാനുള്ളതാണ്. ഞാൻ ജനിച്ചപ്പോൾ എനിക്കൊരു ജാതകമുണ്ട്. ആ ജാതകത്തിൽ ഞാൻ വിശ്വസിക്കുന്നതാണ്. ആ ജാതകത്തിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഞാൻ ജീവിതത്തിൽ എല്ലാം അനുഭവിച്ചു. ഞാൻ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചതാണ്. തിരുവോണം നക്ഷത്രം ഒരിക്കലും കള്ളം പറയില്ല, ആരെയും ചതിക്കില്ല, വഞ്ചിക്കില്ല, പണത്തോട് ആർത്തിയില്ല. എല്ലാവരോടും സഹായിക്കാനുള്ള ഒരു സഹാനുഭൂതിയുള്ള ഒരു നക്ഷത്രമാണ് തിരുവോണം.
ഞാൻ ഈ ജാതകത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്കിതൊക്കെ അനുഭവിക്കാനുള്ള ഒരു യോഗമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അലഭ്യ യോഗം എന്ന് പറയുന്നൊരു യോഗമുണ്ട്. നമ്മൾ മുഖാന്തരം ഓരോ സ്ഥാനങ്ങൾ വരിക, പക്ഷേ ആ സ്ഥാനങ്ങളിൽ എത്തിക്കുന്ന ആളുകളെ കൊണ്ട് നമ്മൾ ഗുണം അനുഭവിക്കുക. നമുക്കൊരു ഗുണവുമില്ല. കൊല്ലം പാർലമെൻറ്റ് സീറ്റ് എനിക്കാണ് തന്നത്. എനിക്കാ തന്നതെന്ന് വെച്ചാൽ അന്ന് ലീഡറുടെ ബെഡ്റൂമിലൊരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയിൽ ലീഡറുണ്ട്, പത്മജ വേണുഗോപാലുണ്ട്, കെ മുരളീധരനുണ്ട്. അന്ന് കല്യാണം വിളിക്കാനായി വന്ന പിന്നീട് കോൺഗ്രസ് പാർട്ടി വിട്ടുപോയ ചവറയിൽ MLA വിജയൻപിള്ളയുണ്ട്. വിജയൻപിള്ള കല്യാണം എഴുത്തുമായിട്ട് വന്നു. ലീഡറുടെ ബെഡ്റൂമിൽ വരെ പുള്ളി വന്നു. ബെഡ്റൂമിൽ ഞങ്ങൾ ചർച്ച നടത്തുന്നു. ശൂരനാട് രാജശേഖരനോടുണ്ട്. അപ്പം ലീഡർ പറഞ്ഞു, എത്രയോ കാലമായി യവൻ എനിക്ക് വേണ്ടി നടക്കുന്നു. ആരാ? ഞാൻ. ഇനി ഇത്തവണ കൊല്ലം പാർലമെൻറ്റ് സീറ്റ് അവന് കൊടുക്കും. അവൻ ജയിക്കട്ടെ തോക്കട്ടെ, അവൻ്റെ കെട്ടിവെച്ച് കാശ് പോട്ടെ, പക്ഷേ അവൻ്റെ അംഗീകാരം കൊടുക്കണ്ടേ. അതുകൊണ്ട് രാജശേഖര, ഇത്തവണ കൊല്ലം പാർലമെൻറ്റിൽ ഉണ്ണിത്താൻ മത്സരിക്കും. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് ഞാൻ രാജ്യസഭ കൊടുക്കും. അടുത്ത തവണ അടൂരിൽ താനാണ് അസംബ്ലി സ്ഥാനാർത്ഥി. അടൂരിൽ താൻ ജയിക്കും. ജയിച്ചാൽ താൻ കേരളത്തിലെ മന്ത്രിയാണ്. അതുകൊണ്ട് ഇത്തവണ ഉണ്ണിത്താനെ കൊല്ലത്തെ പാർലമെൻറ്റ് അംഗമാക്കിയിട്ടല്ലാതെ ഇങ്ങോട്ട് വരരുത്. പറയുമ്പോൾ മുരളിയുണ്ട്, പത്മജ വേണുഗോപാലുണ്ട്, മരിച്ചുപോയ വിജയൻപിള്ളയുണ്ട്, മരിച്ചുപോയ ശൂരനാട് രാജശേഖരനുണ്ട്, ലീഡറും അതുപോലെ തന്നെ പിന്നെ വിജയൻപിള്ളയും അതുപോലെ ശൂരനാടും ഇപ്പോൾ മരിച്ചു. അവർ 3 പേരും ജീവിച്ചിരിക്കും. പക്ഷെ ജീവിച്ചിരിക്കുന്ന 3 പേരാണ് ഞാനും പത്മജ വേണുഗോപാലും പിന്നെ മുരളി. ആ എനിക്ക് തരാമെന്ന് പറഞ്ഞ സീറ്റ് പിന്നീട് രാജശേഖരന് പോയി. ഇനി അത് ലീഡർ മരിച്ചു പോയതുകൊണ്ട് അതിൻ്റെ അണിയറ രഹസ്യങ്ങൾ ഞാൻ പറയുന്നില്ല. അതൊക്കെ അന്ന് ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. എൻ്റെ അന്നത്തെ വിഷ്വൽസ് എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ കാര്യകാരണ സഹിതം ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു ആവർത്തന വിരസത വേണ്ട, ഒരു തനിയാവർത്തനം വേണ്ട. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ പത്മജയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എന്നെ ചതിച്ചാൽ, എന്നെ വഞ്ചിച്ചാൽ ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. എന്നെ വിളിച്ച് ലീഡർ പറഞ്ഞാൽ മതി, ഇത്തവണ കൂടി നീ മാറി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ മാറിയിരിക്കും. പക്ഷേ എനിക്കാണ് സീറ്റെന്ന് പറഞ്ഞ് എന്നെ അന്ധമായി വിശ്വസിപ്പിച്ച് എന്നിട്ട് എന്നെ ചതിച്ചാൽ ഞാൻ വിടില്ല. ഞാൻ അവസാന ശ്വാസം വരെ പോരാടും. പിന്നെ ഞാൻ ഒരു കോംപ്രമൈസും ചെയ്യില്ല. എന്നെ ആ തെരഞ്ഞെടുപ്പിൽ ചതിച്ചു, അന്ധമായി എന്നെ വിശ്വസിപ്പിച്ചു. കൊല്ലത്തെ സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞിട്ട് രാജശേഖരന് ആ സീറ്റ് കൊടുത്തു. രാജശേഖരൻ 1,23,000 വോട്ടിനാണ് അവിടെ തോറ്റത്. മനസ്സിലാക്കണം. ആ തെരഞ്ഞെടുപ്പാണ് പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ള വിവാദം കേരളത്തിൽ ആദ്യമായി ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പ്. അന്ന് ഞാൻ പറഞ്ഞു, ഇനി നമ്പർ 1 സ്റ്റേറ്റുകാരിൽ ഞാൻ മരിക്കുന്നവരെ കയറില്ല. മരിക്കുന്നവരെ ലീഡറോട് യാത്രയില്ല. പിന്നെ മരിക്കുന്നവരെ ഞാൻ ലീഡറോട് യാത്ര ചെയ്തിട്ടില്ല. ലീഡർ മരിച്ചിട്ട് ആ വാഹനത്തിലാണ് ഞാൻ യാത്ര ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ആ വാക്ക് ഞാൻ മാറ്റി പറയില്ല. അപ്പോൾ അന്ന് ലീഡറുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ തമ്മിലില്ല, നമുക്ക് എന്നേക്കുമായി പിരിയാം. ഞാനിനി ലീഡറുടെ വാഹനത്തിൽ, അത് 1-ാം നമ്പർ ആയാലും വേറെ ഏത് വാഹനമായാലും ഞാൻ കയറാനില്ല. അന്ന് ഞാൻ ലീഡറെ എൻ്റെ മനസ്സിൽ നിന്ന് കട്ട് ചെയ്തു. എന്നാലും ആ മനുഷ്യൻ മരിക്കുന്നത് വരെ എനിക്ക് അദ്ദേഹത്തോട് ഒരു സ്നേഹം മനസ്സിലുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞും ആ സ്നേഹം ഞാൻ നിലനിർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള ഇപ്പോഴത്തെ ബന്ധങ്ങൾ എങ്ങനെയാണ്? പത്മജ വേണുഗോപാൽ BJP പോയി. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അത്ര കണ്ട് പിന്നെ വേദന മുരളിക്കൊണ്ടായെന്ന് എനിക്കറിയില്ല. കാരണം കല്യാണിക്കുട്ടിയമ്മയുടെ മകൾ, ലീഡറുടെ മകൾ ഒരിക്കലും BJP പോകാൻ പറ്റില്ല. പത്മജ വേണുഗോപാൽ ഈ ഒരു ദിവസം ഒരു പ്രസ്താവന ഇറക്കി, ഞാൻ BJP പോകാനായിട്ട് ചില ചർച്ചകൾ നടത്തിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഒന്നും വണ്ടി കൊടുത്തടി വാങ്ങിക്കരുത്. പിറ്റേന്ന് പത്മജ പറഞ്ഞു, രാജ്മോഹൻ എൻ്റെ സ്വന്തം സഹോദരനാണ്, ഞാൻ അദ്ദേഹത്തിന് ഒന്നും പറഞ്ഞില്ല. ഞാൻ പണ്ടേ പറയുന്നൊരു കാര്യമുണ്ട്, മരിക്കുന്നവരെ ഞാനൊരു പാർലമെൻറ്റ് അംഗമാവൂ, ഒരു MLA ആവൂ എന്നൊന്നും വിശ്വസിച്ച ഒരാളല്ല ഞാൻ. പക്ഷെ മരിക്കുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക എൻ്റെ ശരീരത്ത് വീഴണം എന്നെനിക്ക് ആദ്യ കാലം തൊട്ടേ നിർബന്ധമുണ്ടായിരുന്നു. ഈ പാർട്ടി അത് ഇടുമെന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ 3 മക്കളെ ഞാൻ വിളിച്ചു പറഞ്ഞു, അച്ഛൻ മരിക്കുമ്പോൾ നിങ്ങൾ ആരാണോ അടുത്തുള്ളത് അച്ഛനെ ഒരു ത്രിവർണ്ണ പതാക പുതപ്പിക്കണം. ഇപ്പം പിള്ളേർ 3 പേരും മത്സരിക്കും. അവരെ ഞാൻ മരിച്ചെന്നറിയുമ്പോൾ ആരും പതാകയിട്ടിലെ
പിള്ളേർ 3 പേരും ഇടും. അതെൻ്റെ ഒരു അദമ്യമായ ആഗ്രഹമായിരുന്നു. കാര്യം എൻ്റെ സിരകളിൽ കൂടി ഒഴുകുന്ന രക്തം കോൺഗ്രസിൻ്റേതാണ്. കോൺഗ്രസ് അല്ലാത്തൊരു ചിന്തയോ അല്ലെങ്കിൽ മറ്റൊന്നും എനിക്കില്ല. മുരളിയും ഞാനുമായി ലീഡർ മരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ തമ്മിൽ ശബരിമലയിൽ ഞങ്ങൾ രണ്ടും ഒരേ ദിവസവും പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരെ ശബരിമലയിൽ കൊണ്ടുപോയ ലീഡറാണ്. ധനുമാസത്തിലെ 1-ാമത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും പോകും. അയ്യപ്പൻ്റെ അപ്പുറവും ഇപ്പുറവും രണ്ടുപേരും നിൽക്കും. മുഖത്തോട് പോകും നോക്കത്തില്ല. പത്രക്കാരൊക്കെ അതെടുത്തിട്ടുണ്ട് ഫോട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. നല്ല ബന്ധമെന്ന് വെച്ചാൽ നല്ല ബന്ധമാണ്. കാര്യം ഞാൻ പാർലമെൻറ്റ് മെമ്പറായി ഡൽഹി ചെല്ലുമ്പോൾ 5 കൊല്ലം മുരളിയും ഞാനും ഒരുമിച്ച് മെമ്പർമാരായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നല്ല ബന്ധമാണ്. കാര്യം ലീഡർ കാലം കഴിഞ്ഞു. ഇനി കുട്ടികളുമായിട്ടൊന്നും അതുകൊണ്ടാണ് ഞാൻ പത്മജ വേണുഗോപാൽ എന്നെക്കുറിച്ചൊരു കാര്യം പറഞ്ഞപ്പം എന്നെക്കുറിച്ചൊന്നും മരിക്കുന്നവരാരും എൻ്റെ രാഷ്ട്രീയ സദാചാരത്തെക്കുറിച്ചൊന്നും ഒറ്റ അക്ഷരം മിണ്ടാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പത്മജ വേണുഗോപാലിന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ഒരു സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാൻ ആ സംവാദം നടത്താൻ ഞാൻ തയ്യാറാന്ന് പറയുമ്പോൾ അപ്പം പത്മജ പിൻവാങ്ങി. എന്തായാലും പത്മജ ഇപ്പോൾ BJP അംഗമായി ചിലപ്പോൾ തൃശ്ശൂരിൽ മത്സരിക്കുമെന്നൊക്കെ കേൾക്കുന്നു, അഭ്യൂഹങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത്, പത്മജയായിട്ട് ഇപ്പോൾ വല്ല സംസാരങ്ങൾ നടക്കാറുണ്ടോ? വല്ല സൗഹൃദ സംഭാഷണങ്ങൾ പഴയ ഒരു ബന്ധം? പത്മജ BJP അംഗമായി പോയതിനു ശേഷം ഞാൻ പത്മജയെ കണ്ടിട്ടില്ല. ഞാൻ ഒരിടത്തും വെച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പത്മജ വേണുഗോപാലിനെ ഞാൻ അങ്ങോട്ട് വിളിക്കുകയോ പത്മജ വേണുഗോപാൽ ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പത്മജ വേണുഗോപാലിനെ കുറിച്ച് ഇപ്പോൾ എനിക്ക് ഒരു വിവരമില്ല. 2-ാം വട്ടം MP ആയപ്പോൾ താങ്കളുടെ സംസാരത്തിലും ഒക്കെ കുറേയൊക്കെ ഒരു പക്വത വന്നോ എന്നുള്ളത് ആയിരുന്നു ഞാൻ ചോദിച്ചത്. അതിപ്പോൾ ഏതാണ്ട് ചൂടും ചൂരും കുറഞ്ഞിട്ടില്ല. അതേസമയം വളരെ നയതന്ത്രപരമായിട്ടാണ് താങ്കൾ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഏതായാലും നമുക്ക് ആ ചോദ്യം അല്ല, അതിനകത്ത് ഈ ചൂടും ചൂരും കുറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നും ആകണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്താണ് പലതും പറയാൻ ഭയക്കുന്നത്? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്, നമ്മളോട് ഇഷ്ടം കൊണ്ടാണ്. കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പലതും പറയാൻ ഭയപ്പെടുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചു പോട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. ഇത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നും ആകാൻ പറ്റുന്നില്ലെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഞാൻ ആരെയും ഭയപ്പെടത്തില്ല. ഇന്നും ഞാൻ പുറപ്പെടുവിക്കുന്ന ഓരോ പ്രസ്താവനകളിലും പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും ഉള്ളിൽ അസ്വസ്ഥതയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് പുല്ലുപോലും മൈൻഡ് ചെയ്യത്തില്ല. കാര്യം എന്താണ്? അവർക്ക് അസ്വസ്ഥതയുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഇരിക്കട്ടെ. എൻ്റെ അടുത്ത് അസ്വസ്ഥതയായി വന്നാൽ ഞാൻ വിടത്തില്ല. ഞാൻ പറഞ്ഞത്, താങ്കൾ ഈ പറഞ്ഞ പായത്തിൻ്റെ പക്വതയും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നെ ചൊറിയാൻ വന്നാൽ പിന്നെ കരിമ്പിൻ തോട്ടത്തിൽ കയറിയ ഒരു ആനയാണ്, ഞാൻ ചവിട്ടി തേച്ച് കളയും. അത് എനിക്ക് എന്താ അവിടെ അപ്പം അങ്ങനെ ചവിട്ടി തേച്ചാൽ എനിക്ക് എനിക്കൊന്നും ആകണ്ട, എനിക്ക് ഒരു പുല്ലും ആകണ്ട. അതുകൊണ്ട് ഞാൻ ഇന്നും പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? ആ പറയുന്നതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. എൻ്റെ ജീവിതം തന്നെ നിങ്ങളുടെ അടുത്ത് പരിശോധിച്ചു. ഒരു ഏണിയും പാമ്പുമാണ്. 3-ൽ നിന്ന് 99 പാമ്പിൻ്റെ വായി ഇറങ്ങി വരും, 75 വീണ്ടും കയറും, ഞാൻ 80 പാമ്പിൻ്റെ വായി ഇറങ്ങി വരും, 5 വീണ്ടും പോവും, 95. ഏണിയും പാമ്പും. ഏണി ഇങ്ങനെ കറക്കിയിടുമ്പോൾ പാമ്പിൻ്റെ വായി ചെല്ലുമ്പോൾ ഇറങ്ങി വരും, വീണ്ടും കയറും, വീണ്ടും പാമ്പിൻ്റെ വായി. പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ നേതാക്കന്മാരാണ്. ഞാനിങ്ങനെ കറക്കിയിടുന്നു, അത് പാമ്പിൻ്റെ വായി ചെന്ന് വീഴുന്നു, ഇറങ്ങി വരുന്നു. പക്ഷേ ഞാൻ കളത്തിന് പുറത്തു പോയിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ആലോചിക്കണം, എൻ്റെ ജീവിതത്തിൽ മഞ്ചേരി സംഭവം, ആ മഞ്ചേരി സംഭവം എനിക്ക് മറക്കാൻ പറ്റുമോ? എന്നാലോചിച്ച് നോക്കെ. എൻ്റെ വീടുമായി 24 മണിക്കൂർ ബന്ധപ്പെടുന്നൊരു പെൺകുട്ടി, എൻ്റെ വീട്ടിലാണ് അവൾ. സേവാദളിൻ്റെ സോണിയാഗാന്ധി നേരിട്ട് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ആക്കിയ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി മഞ്ചേരി പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ വരുമ്പം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, മഞ്ചേരി, ഒരു കുഗ്രാമത്തിൽ, അതും അവിടുത്തെ മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒഴിഞ്ഞ ഒരു വീട്, അദ്ദേഹം താമസിക്കുന്ന വീട്, ആ വീട്ടിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ വിഭജിക്കാനായി കൊണ്ടുപോകണേ, എനിക്ക് ഇത്രയും യാത്ര ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 73 തൊട്ട് കരുണാകരൻ്റെ കൂടെയുള്ള ഒരാളിന് എനിക്കൊരു ഹോട്ടലോ ഒരു സ്റ്റാർ ഹോട്ടലോ ഇവിടെ എല്ലാം കൊണ്ടുപോകല്ലോ, എന്തിനീ മഞ്ചേരി കൊണ്ടുപോയിട്ടായിരുന്നു. ഞാൻ പറഞ്ഞത്, ഒരാൾക്കൂട്ട വിചാരണ, ഒരു സജാതര ഗുണ്ടായിസം. അന്ന് ഞാൻ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് രാഷ്ട്രീയത്തിൽ. അന്ന് പിണറായി വിജയനെതിരെ ഞാൻ തിരുവനന്തപുരത്ത് പ്രസംഗം നടത്തി.
അന്ന് പിണറായി വിജയനും മദനിയും തമ്മിൽ നമ്മുടെ പിന്നെ ഇവിടെ മലപ്പുറത്ത് പിന്നെ പാലോളിയുടെ അവിടെ ഒരു സ്റ്റേജ് പങ്കിട്ട് പിണറായി മദനിയെ കാത്തിരിക്കുന്നു. മദനി വലിയ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ അദ്ദേഹത്തെ കാത്തിരുന്നു. അന്ന് ഞാൻ ചോദിച്ചു, ഇത്രയും വലിയ കാത്തിരുന്നു? ഇപ്പോൾ മദനിയും പിണറായിയും തമ്മിലുള്ള ബന്ധം കണ്ടിട്ട് ഇരുമയാണെങ്കിലും നമ്മൾ ഒറ്റ കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി പിണറായിയുടെ മനസ്സിൽ വല്ല ദുരുദ്ദേശമുണ്ടോ എന്നെനിക്കറിയില്ല. ആ ദുരുദ്ദേശത്തെയാണ് മറ്റൊരു രീതിയിൽ വക്രീകരിച്ച് അത് മദനിയുടെ ഭാര്യയും പിണറായിട്ടുള്ള ബന്ധം അത് ചിത്രീകരിച്ച് അതിൻ്റെ ഒറ്റ അങ്ങ് കോടിയേരിയാണ് ആഭ്യന്തരമന്ത്രി. കോടിയേരി എങ്ങനെ ആഭ്യന്തരമന്ത്രിയായത്? എന്നെ തോപ്പിച്ചിട്ടാണ്. തലശ്ശേരിയിൽ എന്നെ തോപ്പിച്ച് ആഭ്യന്തരമന്ത്രിയായി. ഞാൻ ആരാന്ന് കോടിയേരിക്ക് നന്നായിട്ട് അറിയാം. കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ചോദിക്കട്ടെ, 69 തൊട്ട് ഇന്ന് വരെ ഒരു അഴിമതി, കൈക്കൂലി, പെണ്ണുപിടുത്തം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെ 1969 ഈ മഞ്ചേരി സംഭവം കഴിഞ്ഞ് ഇന്ന് വരെ മഞ്ചേരി സംഭവം കഴിഞ്ഞ് ഇപ്പം എന്താ 2ഉം 3ഉം ഗർഭം ഉണ്ടാക്കുന്നവരെ ന്യായീകരിക്കാൻ ഈ പാർട്ടി ആളുണ്ട്. എനിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ എല്ലാവരും എന്നെ ചവിട്ടി. അന്ന് ആരും സഹായിക്കാനുണ്ടായി? ആരും സഹായിച്ചില്ല. സഹായിച്ചവൻ സഹായിക്കാനുണ്ടായി എന്നൊക്കെ പലതും പറയുന്നുണ്ട്. അന്ന് സഹായിച്ചെന്ന് മാത്രമല്ല എന്നെ ഉപദ്രവിച്ചു. ഞാൻ ചോദിക്കട്ടെ, KPCC പ്രസിഡന്റ് അന്ന് രമേശ് ചെന്നിത്തലയാണ്. എന്നെ സസ്പെൻഡ് ചെയ്തു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മഞ്ചേരി സംഭവം ഉണ്ടായി. ഞാനാണ് പോലീസിനെ വിളിച്ചത്, ഞാനാണ് ചാനലുകൾ വിളിച്ചത്. കാര്യം ചാനൽ വന്നാൽ എനിക്ക് രക്ഷപ്പെട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പോലീസ് എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവരുത്തിയപ്പോൾ സാറിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് പിണറായി വിളിച്ച് പറഞ്ഞത്, നാളെ കോടതിയിൽ ഹാജരാക്കിയിട്ട് വിട്ടാൽ മതി. പോലീസ് വന്നു, സാർ ഒരു കേസും ഇല്ല. എന്നെ മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ കൊണ്ടുപോയി. ആ കുട്ടിയെ കൊണ്ടുപോയി. ആ കുട്ടിയുടെ ശരീരത്തിൽ ഞാൻ തൊട്ടില്ല മെഡിക്കൽ ടെസ്റ്റിൽ. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, സാറേ നാളെ കോടതിയിൽ പോയാൽ സാറിനെ ഒരു ചുക്കും ചെയ്യത്തില്ല, പക്ഷെ കോടതി ഹാജരാക്കിയിട്ട് വിട്ടാൽ മതി. 11 മണിക്കാ പിറ്റേന്ന് കോടതി. 4:30 മണിവരെ എന്നെ സ്റ്റേഷനിൽ ഇരുത്തിയിരുന്നു. എന്തിനാ? DYFIയുടെ ജാഥ, മാർക്സിസ്റ്റ് പാർട്ടി ജാഥ, PDPയുടെ ജാഥ എല്ലാം വന്നു. ഏതാണ്ട് ഒരു 50,000 പേര് എന്നെ വിലങ്ങ് വെച്ച് മഞ്ചേരി കോടതിയിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുവന്ന് കാണാൻ നിന്നു. കോടതി വന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ കേസ് എടുത്തു. കോടതി മജിസ്ട്രേറ്റ് ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ഇമ്മോറൽ ട്രാഫിക്കിനാണ് കേസെടുത്തത്. കോടതി ചോദിച്ചു, വാട്ട് യു മീൻ ബൈ ഇമ്മോറൽ ട്രാഫിക്? യു ഹാവ് രജിസ്റ്റേർഡ് എ കേസ് അഗൈൻസ്റ്റ് എ പബ്ലിക് വർക്കർ ഫോർ immoral traffic and you have produced certificate that such thing didn't happen. Then what you mean by immoral traffic? There is no case against Unnithan. I am granting bail. എനിക്ക് അപ്പോഴേ ബെയിൽ തന്നു. ഞാൻ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം ഞാൻ കാണുന്ന ചാനലുകളെയാണ്. ഞാൻ വെല്ലുവിളിച്ചു ചാനലുകളെ, മനസ്സിലായോ? അപ്പോൾ എന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. എന്നെ റിമാൻഡ് ചെയ്തില്ല. ആ കേസ് കോടതി കോഷ് ചെയ്ത് കളഞ്ഞു. ആ കേസാണ് ഇന്ന് 2009-ലോ 2010-ലോ നടന്നതാണ്. ഇന്നും 26-ലും എന്നെ വേട്ടയാടാൻ ഉപയോഗിക്കുന്നതാണ്. കോടതി കോഷ് ചെയ്തവർ. ഇവിടുത്തെ മാർക്സിസ്റ്റുകാരും ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്നില്ലേ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വേറെ ചില ആളുകളുടെ കേസ് ചെയ്യുന്നപ്പോൾ റിമാൻഡ് ചെയ്തില്ലേ? എത്രയോ ദിവസം റിമാൻഡ് ചെയ്തു. മുൻകൂർ ജാമ്യം കൊടുത്തോ? എന്നെ ഒരു റിമാൻഡും ചെയ്തില്ല. അറ്റ് ദ മൂമെൻറ്റ് ഇറ്റ്സെൽഫ് ദേ ഗ്രാൻഡഡ് ബെയിൽ. ഞാൻ അപ്പം തന്നെ പുറത്തു വന്നു. എന്നിട്ട് രമേശ് ചെന്നിത്തല എന്നെ സസ്പെൻഡ് ചെയ്തു. മരിച്ചുപോയ NP മൊയ്തീനെ അന്വേഷണ കമ്മീഷനായി വെച്ചു. അതോട് കേട്ടോ, ആ NP മൊയ്തീൻ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് KPCC പ്രസിഡന്റ് കൊടുത്തു, ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു. ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു. ഉണ്ണിത്താനെതിരെ ഒരു അന്വേഷണ കമ്മീഷൻ്റെ ചെയർമാനായി ഉണ്ണിത്താനെ വെച്ചാൽ ഉണ്ണിത്താൻ അനുകൂലമായി ഇത്ര മനോഹരമായ റിപ്പോർട്ട് തരില്ല. അത്ര അനുകൂലമായ റിപ്പോർട്ടാണ് NP മൊയ്തീൻ തന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ രമേശ് ചെന്നിത്തല വിളിച്ച് പറയും ഉണ്ണിത്താനെ തിരിച്ചെടുക്കാൻ. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചെടുത്ത് ആൻ്റണി എടുത്ത് ആലോചിക്കണം, മറ്റെടുത്ത് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് അവരുടെയൊക്കെ ഈ സദാചാര ബോധം എവിടെ പോയി? ഒന്ന് ആലോചിച്ച് നോക്കെ. അതേസമയം എനിക്കൊരാപത്ത് വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ എടുത്തു വയ്ക്കൂ. ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസ് വന്ന് സരിത ഉമ്മൻചാണ്ടി അടക്കം ഇന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇരിക്കുന്നവരെ അപമാനിച്ച് അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തിയപ്പോൾ ആ വിഴുപ്പ് പാണ്ഡം മൊത്തം ചാനൽ ടു ചാനൽ പോയിരുന്ന്
ഞാനാണ് വെളുപ്പിച്ചു കൊടുത്തത്. അന്ന് എനിക്കറിയാം 4 ചാനലിലാണ് ഒരു ദിവസം പോകുന്നത്. ഒരെണ്ണം 5 മണിക്ക് റെക്കോർഡ് ചെയ്യും, ഒരെണ്ണം 6 മണിക്ക് റെക്കോർഡ് ചെയ്യും, ഒരെണ്ണം 7 മണിക്ക്, 8 മണിക്ക് ഞാൻ ലൈവായി പോകും. എല്ലാം ലൈവ് പോലല്ലേ കാണുന്നേ. ചാനൽ ടു ചാനലായിരുന്നു. ആരുണ്ടായിരുന്നു? ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പേരും പറഞ്ഞ് ഓരോ സ്ഥാനമാനങ്ങൾ വീതം വെച്ചെടുത്ത ആളുകൾ ഒരൊറ്റ ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മൻചാണ്ടിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ അന്നത്തെ ഏക്കാരെന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തൻ, നിങ്ങൾ പറ, ഒരുത്തൻ്റെ പേര് പറ. എല്ലാവരും അവനവൻ്റെ മാനം കാക്കാൻ വേണ്ടി പോയി. ഞാൻ ഒറ്റ ഒരുത്തനാണ് അന്ന്. എന്നോടൊപ്പം വേണമെങ്കിൽ 2-3 ചർച്ചയിൽ സിദ്ധിക്കുണ്ടായിരുന്നു പറയാം, വേറെ ഒരുത്തനും ഇല്ല. താങ്കൾ ഈ കാര്യങ്ങൾ പാർട്ടി വേദികളിൽ എപ്പോഴെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് നേരിട്ട അനുഭവം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ താങ്കൾക്ക് ഒരു നീതി കിട്ടിയില്ല എന്നുള്ളൊരു ആക്ഷേപം താങ്കൾ ഉന്നയിച്ചിട്ടുണ്ടോ? അല്ല, അന്നത്തെ നേതൃത്വവും ഇന്നത്തെ നേതൃത്വമായിട്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു പെൺകുട്ടിയെ, ഇന്നത്തെ കാലത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്, ഒരു പെൺകുട്ടിയെ ഒരാൾ ബലാത്സംഗം ചെയ്യാനായിട്ട് ഓട്ടിക്കുന്നു. അവൾ ഓടി ഓടി തളർന്നു. പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് കണ്ടു. അവൾ ഓടിച്ചെന്ന് പറഞ്ഞു, എന്നെ ഒരുത്തൻ ബലാത്സംഗം ചെയ്യാനായിട്ട് ഓട്ടിച്ചു, ഞാൻ അഭയം തേടി വന്ന. പോലീസ് അവിടെ ഇറങ്ങി, ആരുമില്ല. അവളെ അകത്ത് കൊണ്ടുപോയി. SI ബലാത്സംഗം ചെയ്തു, അസിസ്റ്റൻ്റ് SI ബലാത്സംഗം ചെയ്തു, ഹെഡ് കോൺസ്റ്റബിൾ ബലാത്സംഗം ചെയ്തു, റൈറ്റർ ബലാത്സംഗം, പോകുമ്പോൾ പാറാവുകാരൻ ബലാത്സംഗം ചെയ്തു. ഓടിയില്ലെങ്കിൽ അവൾക്കൊരാൾ കീഴ്പ്പെട്ടാൽ മതിയായിരുന്നു. എവിടെയാണോ നീതി ഏടിപ്പോയത് അവിടെയാണ് അവൾക്ക് അനീതി കിട്ടിയത്. അതാണ് ഇന്നത്തെ വ്യവസ്ഥിതി. ആരോട് പറയാൻ? നീതി എവിടെയാണോ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവിടെയാണ് അനീതി ഇരിക്കുന്നത്. കാരണം പഴയ കാലത്തെ സംശുദ്ധത, മൂല്യാധിഷ്ഠിതം, ഇതൊക്കെ കൈമോശം വന്നു. അത് കോൺഗ്രസ്സിന് മാത്രമല്ല, എല്ലാ പാർട്ടിക്കും കൈമോശം വന്നു. എടുത്തു നോക്കൂ, എല്ലാ പാർട്ടിയും. ഇന്ന് കൈക്കൂലി വാങ്ങിക്കുന്നത്, അവിഹിതമായി പണം ഉണ്ടാക്കുന്ന, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട്, ആ പണം തീർത്തുകൊള്ളുമെന്നാണ് ചൊല്ല് തന്നെ. അപ്പോൾ ഇന്ന് പഴയ കാലത്തെ ആദർശവും മൂല്യാധിഷ്ഠിതമൊന്നുമില്ല. അതിനൊക്കെ വിലയും നിലയുണ്ട്. ഞാൻ പറഞ്ഞത്, ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനമാനവും ഇല്ലെങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം നമ്മൾ കഴിഞ്ഞ ഇത്രയും വർഷമായി നേടിയെടുത്തവരാണ്. അത് നമ്മുടെ പെൺകുട്ടികളുടെ ചാരിത്രം എന്നൊക്കെ പറയത്തില്ലേ, ആ ചാരിത്രം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട ഓരോ ജോലിയും സ്ത്രീകൾക്കുള്ളതാണ്. അതുപോലെ രാഷ്ട്രീയ ചാരിത്രം സംരക്ഷിക്കാനുള്ള ഇത് ഞാൻ ഇന്നുവരെ കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതേസമയം കോൺഗ്രസ് പാർട്ടിക്കകത്തെ അനലഭക്ഷണമായ പ്രവണതകളെ നഖശികാന്തം എതിർക്കുകയും അത് പുറത്തു കൊണ്ടുവരികയും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ DIC പോയില്ല, ഞാൻ NCP പോയില്ല. ഞാൻ കോൺഗ്രസ് I ഗ്രൂപ്പിൻ്റെ, കരുണാകരൻ്റെ ഗ്രൂപ്പിൻ്റെ കേരളത്തിലെ വക്താവായിരുന്നു ഞാൻ. കരുണാകരനുമായിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് പിന്നെ ഒരു രാഷ്ട്രീയത്തിലും ഒരു ഗ്രൂപ്പിനും ഞാൻ പോയിട്ടില്ല. ഇന്നിവിടെ കാസർഗോഡ് MP ആണ്. ഇവിടെ ഞാൻ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ എൻ്റെ അടുത്തൊരു ഉന്നത നേതാവ് പറഞ്ഞു, ഇവിടെ 2 ഗ്രൂപ്പിലേ ഉള്ളൂ. താങ്കൾ അന്ന് ശല്യം ഒഴിവാക്കാൻ വേണ്ടി കാസർഗോഡൊക്കെ നാട് കടത്തിയതാണോ? സ്വദേശാഭിമാൻ രാമകൃഷ്ണനെ നാട് കടത്തിയതിന് ശേഷം പിന്നെ ഒരാളെ നാട് കടത്തിയിട്ടുള്ളത് രാജ്മോഹനിൽ തന്നെയാണ്. ഞാൻ ജനിച്ചത് വളർന്നത് കൊല്ലത്തെ ഏറ്റവും പുരാതനമായ പ്രബലമായ ഒരു നായർ തറവാടിലാണ്. മനസ്സിലായോ? കൊല്ലത്ത് ജനിച്ചു വളർന്ന എനിക്ക്, ഞാൻ യൂത്ത് കോൺഗ്രസ്സിൽ ഏറ്റവും കൂടുതൽ കാലം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. യൂത്ത് കോൺഗ്രസ്സിൽ നാഷണൽ കൗൺസിൽ മെമ്പറായിരുന്നു. ഞാൻ സേവാദൾ ചെയർമാനായിരുന്നു. സേവാദളിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു സുരേഷ് പച്ചോരിയോടൊപ്പം. ഞാൻ കേരളത്തിൽ 92 ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച് ജയിച്ച KPC മെമ്പറാണ്. തിരഞ്ഞെടുക്കപ്പെട്ട AICC മെമ്പറാണ്. എന്നെ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. എന്നെ മത്സരിക്കാൻ തലശ്ശേരിയിലെ വിട്ടു. 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തലശ്ശേരി. ആരായിരുന്നു അതിൻ്റെ പിന്നിൽ? ഞാൻ പറഞ്ഞല്ലോ, പിന്നിലുള്ളവരെയൊക്കെ ഇനി പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട്. അന്നുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കഴിവുകൾ അവർക്കറിയാം. മനസ്സിലായി? അതുകൊണ്ട് ഇവനെ വളർത്തി വിടാൻ പാടില്ല. അപ്പോൾ ഇവൻ ഒരിക്കലും നിയമസഭയിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് എന്നെ തലശ്ശേരി വിട്ട് പക്ഷേ 60,000 വോട്ട് 8,000 വോട്ടാക്കി കുറയ്ക്കാൻ കിട്ടി. TK രാമകൃഷ്ണൻ മരിക്കുമ്പോൾ ആ രാമകൃഷ്ണൻ്റെ മരണത്തിന് പോലും ഞാൻ കോടിയേരെ വിട്ടില്ല. കാരണം ഒരു ദിവസം പോയാൽ അയാൾക്ക് ആ ദിവസം നഷ്ടപ്പെടും. അയാൾ പിന്നീട് പറഞ്ഞല്ലോ, ഈ സാധനം ഇവിടെ വന്ന് എനിക്കെതിരെ മത്സരിക്കാൻ പോയി, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, എനിക്ക് TK മരിച്ചപ്പോൾ പോകാൻ പറ്റിയില്ലെന്ന് കോടിയേരി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കോടിയേരിയെ കിടുകിട വിറപ്പിച്ച് ഞാൻ ഓർക്കുന്നില്ലേ? കുറേ ദിവസം കൂടെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ MLA ആവുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു BJP നേതാവ് മരിച്ചു. ഞാനും CK പത്മനാഭനും കോടിയേരി ഇരിക്കുന്നു. അപ്പോൾ CK നടുക്ക്,
തൊട്ടപ്പുറത്ത് കോടിയേരി, വലത്തുവശം ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് CK ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഞാൻ ആദ്യം ഗസ്റ്റ് ഹൗസിലായിരുന്നു, അവിടെ കൊണ്ടുവർ ബോംബെറിഞ്ഞു, അവരിന്ന് ഞാൻ ഇറങ്ങി, പിന്നെ ഒരു വീട്ടിൽ പോയി, ഒരു ഹോട്ടലിലായി, ഹോട്ടലുകാർക്ക് ഞാനൊരു ശല്യമായി, ഇപ്പം ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു. എവിടെയാണ് വീട് വാടകയ്ക്ക് എടുത്തത്? ഞാൻ പറഞ്ഞ് ഈ സഹകരണ ആശുപത്രി എടുത്താണ്. ഞാൻ പറഞ്ഞ് അത് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതെന്താ? ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ MLA ആയിക്കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായി താമസിക്കേണ്ട ആളല്ലേ ഞാൻ. അപ്പോൾ സ്ഥിരമായി താമസിക്കണമെങ്കിൽ ഒരു വീട് വേണമല്ലോ. അപ്പോൾ കോടിയേരി എന്നോട് ചോദിച്ചു, അപ്പോൾ താൻ ഇവിടുന്ന് പോകാൻ പരിപാടി ഇല്ലയോ? ഇവിടുന്ന് പോകാൻ പരിപാടി ഇല്ലേ, ചിലപ്പോൾ പെട്ടിന്ന് പോവും. അന്ന് ഞാൻ കോടിയേരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, കോടിയേരി, എൻ്റെ കൊല്ലത്തെ വീട്ടിൽ ഒരുപാട് പ്ലാവും മാവും ഉണ്ട്, ഇഷ്ടംപോലെ മാവുണ്ട്. നിങ്ങൾ ആരെങ്കിലും മാർച്ചിച്ചോട് പറയാം എൻ്റെ വീട്ടിൽ എത്ര മാവുണ്ടെന്ന്. ഞാനിങ്ങോട്ട് ഇവിടെ തലശ്ശേരി മത്സരിക്കാൻ വരുമ്പോൾ എൻ്റെ വീട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഇതിലേത് മാവാണ് മുറിക്കേണ്ടത് എന്നെ അടക്കാൻ. അതുകൊണ്ട് അവരതൊക്കെ തീരുമാനിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് പെട്ടി ചെന്നാൽ 1 മണിക്കൂർ പോലും കാത്തിരിക്കേണ്ട, ബോഡിയോടെ എത്തുക, അപ്പോഴേ കത്തിക്കും. അതുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തേണ്ടതെന്ന് ഞാൻ കോടിയേരിയുടെ മുഖത്ത് നോക്കി CKPയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ ആളാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ പാർട്ടിക്കകത്ത് ഞാൻ ഒരു MLA ആകുന്നതിനെക്കുറിച്ചോ MP ആകുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കൊല്ലം ചോദിച്ചു, എനിക്ക് കുണ്ട്ര. ഞാൻ വടകരയാണ് ചോദിച്ചത്. വടകരയിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ KPC പ്രസിഡൻ്റാണ്. അദ്ദേഹമാണ് പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര, കാസർഗോഡ് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അദ്ദേഹം ഇൻ്റർവ്യൂ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ KPCC പ്രസിഡൻ്റാണ്, ഞാനാണ് വടകര MP, ഞാൻ ഇനി മത്സരിക്കുന്നില്ല, എൻ്റെ പിൻഗാമിയായി ഞാൻ വടകരയിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെയാണ്. അന്ന് ഉമ്മൻചാണ്ടിയും രമേശും മുല്ലപ്പള്ളിയായ ടീമാണ്. എനിക്ക് വേണ്ടി മുല്ലപ്പള്ളി അവസാന ശ്വാസം വരെ പൊരുതി. പക്ഷേ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ തകരുമെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് മാറ്റി. അവസാനം മുല്ലപ്പള്ളി പറഞ്ഞു, രക്ഷയില്ല, അവിടെ കണ്ണൂരുകാർ പറയുന്നു അവിടെ ഒരു നായർ മത്സരിച്ചാൽ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. പണ്ടവിടെ മത്സരിച്ചുള്ള കമ്മ്യൂണിറ്റിയൊക്കെ ചൂണ്ടിക്കാണിച്ചു, എന്നെ ഒഴിവാക്കി. രാത്രിയിൽ 9 മണിക്ക് ഞാൻ ഏഷ്യാനെറ്റ് ചാനലിലിരിക്കുന്നു, കേരളത്തിലെ ലിസ്റ്റ് മൊത്തം അനൗൺസ് ചെയ്തു. അപ്പോൾ അന്ന് സുബ്ബയ്യറയുടെ പേരാണ് കാസർഗോഡ് അനൗൺസ് ചെയ്തത്, സുബ്ബയ്യറേ. അപ്പോൾ വിനു എന്നോട് ചോദിച്ചു, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തവണയും സീറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇത്തവണയല്ല, മരിക്കുന്നവരില്ല. ഇതിങ്ങനെ നിങ്ങൾ കുറേ പേര് എനിക്ക് സീറ്റുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ എനിക്കിതുവരെ സീറ്റ് കിട്ടിയില്ലല്ലോ, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ മരിക്കുന്നവരെ എനിക്കൊരു സീറ്റ് കിട്ടത്തില്ലെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല. പെട്ടെന്ന് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ് 9-10 എഴുതി കാണിക്കുകയാണ്. അത് ഡൽഹിയിൽ നടന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. ആ പ്രതിഭാസങ്ങൾ ഞാൻ റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം 2004 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്നെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കാൻ അന്നത്തെ KPC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്ന് ഞാൻ കൊല്ലം വീണ്ടും ചോദിച്ചു. അപ്പോൾ രമേശ് പറഞ്ഞു, കൊല്ലം ലീഡർ വാശി പിടിക്കുന്നു, പിന്നെ പീതാംബരക്കുറിപ്പിന് കൊടുക്കണം, അതുകൊണ്ട് ഉണ്ണിത്താന് ഞാൻ പാലക്കാട് തരാം, പാലക്കാട് ജയിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തിനാണ് എന്നെ ഇങ്ങനെ അന്യനയിച്ചു കൊണ്ടുപോകും? ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ജില്ലയിൽ നിങ്ങളൊരു സീറ്റ് തരത്തില്ലേ? ഒരു സീറ്റ് തരുന്നില്ലേ? നിങ്ങൾ ഒരിക്കൽ എന്നെ അവിടുന്ന് തട്ടി സീറ്റ് തരാമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളും അതേ പടി തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പാലക്കാട്ടൊന്നും ഞാൻ പോവില്ല. പാലക്കാട്ട് പോകും. ഞാൻ പറഞ്ഞു, എൻ്റെ പൈസയൊന്നുമില്ല പാലക്കാട്ട്. അപ്പം രമേശ് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരാം, നിങ്ങൾ മത്സരിക്കണം, ജയിക്കും, MP ആകും. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു, എന്തിനാണ് ഈ അന്യനാട്ടിൽ പോയി MP ആകുന്നത്? സ്വന്തം നാട്ടിലൊരു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിൻ്റെ വില പോലും ഇല്ല അന്യനാട്ടിൽ പോയി MP ആയാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഭാരതപ്പുഴയ്ക്കപ്പുറത്തോട്ട് ഞാനില്ല. ഭാരതപ്പുഴയ്ക്കിപ്പുറത്താണെങ്കിൽ ഞാൻ അവസാനം ഭാരതപ്പുഴയ്ക്കിപ്പുറത്ത് തൃശ്ശൂർ എന്നെ ആക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് തന്നെ പിന്നില്ലാതെ, പിന്നെ പാലക്കാട്ട് സീരിയസ് ആയി, പിന്നെ വന്നില്ല. അങ്ങനെയാണ് സതീശൻ പാച്ചേനി ഇവിടെ സ്ഥാനാർത്ഥിയാകുന്നത്. അദ്ദേഹം 1500 വോട്ടിനാണ് തോറ്റ്. ഞാനായിരുന്നെങ്കിൽ 1.5 ലക്ഷം വോട്ടിന് അവിടെ ജയിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എത്ര കൊല്ലത്തെ MP-യുടെ ഇതാ നഷ്ടപ്പെട്ട്. ഇത് അവസാനം വന്നപ്പോൾ ഈ കാസർഗോട്ട് ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തോട്ട് ഞാനില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്തുകൊണ്ട് ഈ കാസർഗോട്ട് പാർലമെൻറ്റ് സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നൊരു ചൊല്ലുണ്ട്.